ഇന്ന് ഈ കുഗ്രാമത്തിൽ ഈ വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന ഗ്രാമവീഥികളുടെ ഇടയിൽ ഈ കരീരകൾ പോലും ആത്മ അനുരാഗത്തോടെ തസ്ബീഹ് ചെയ്യുന്ന ഈ രാത്രിയിൽ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ മനുഷ്യനാണ് എന്ന കാര്യത്തിൽ രണ്ട് തർക്കത്തിന്റെ അഭിപ്രായമേ. യഥാർത്ഥത്തിൽ മഹാനാവേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, മഹാനാവേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട്. ജീവിച്ചിരിക്കുമ്പോൾ മഹാനാവാൻ ആർക്കും കഴിയും. തക്ബീർ വലിക്കാൻ കുറെ ആളുകളും പോസ്റ്റർ ഒട്ടിക്കാൻ കുറെ ആളുകളും കറാമത്ത് പറയാൻ കുറച്ച് സാറ്റലൈറ്റ് കറാമത്തുകളും ഉണ്ടെങ്കിൽ ലോകത്താർക്കും മഹാനാവാം. അവനവന്റെ ആണ്ട് നിറച്ച അവനവൻ തന്നെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മഹാനാകേണ്ടത് എപ്പോഴാണ്? മരുഭൂമിയിൽ നിന്ന് മാറിപ്പോയി മണ്ണിന്റെ അടിയിൽ മലർന്നു കിടക്കുമ്പോൾ മാനവന്റെ മനസ്സിൽ മൺചരാത് പോലെ മായാതെ മറയാതെ ഒരു മൺചരാത് പോലെ നിറഞ്ഞു നിൽക്കാൻ ഒരു മണ്ണിന്റെ അടിയിൽ ഒരു മനുഷ്യന്റെ സ്മരണയ്ക്ക് കഴിയുമെങ്കിൽ ആ മനുഷ്യനാണ് ലോകത്തിലെ മഹാൻ. മരിച്ചതിന് ശേഷം ഓർക്കാൻ കുറച്ച് ആളുകളെ, മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോൾ തന്നെ കുറിച്ച് പറയാൻ മണ്ണിന്റെ മുകളിൽ കുറച്ച് ആളുകളെ ശേഷിപ്പിച്ചു പോകാൻ ഒരു ജന്മത്തിന് കഴിഞ്ഞാൽ ആ ജന്മമാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്തുക്കളുടെ ജന്മം. അതിൽപ്പെട്ട ആളാണ് യഹിയാ ഖാൻ സാഹിബ് എന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഈ സദസ്സത്തിന്റെ സാക്ഷിയാണ്. അദ്ദേഹത്തെ കണ്ടു കൊതി തീരാത്ത അദ്ദേഹത്തെ കാണാത്ത മകനും, കണ്ടു കൊതി തീരാത്ത ഭാര്യക്കും, സ്നേഹിച്ചു കൊതി തീരാത്ത സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ അദ്ദേഹത്തോടൊത്ത് ഒന്നിച്ചുകൂടാനുള്ള ഒരു അവസരമാണ് മണൽക്കാട്ടിന്റെ മരുഭൂമിയിൽ അവരുടെ വിയർപ്പിന്റെ ഒരു അധ്വാനം കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ മനപ്പാടമാക്കുന്ന ഹാഫിളീങ്ങളെ സൃഷ്ടിക്കാൻ അവര് തീരുമാനിച്ചത് തന്നെ ലോകത്തും മഹത്തുക്കൾക്കും മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യാതൊരുവിധ തർക്കവുമില്ല. ഈ സദസ് ഞാൻ വ്യാഴാഴ്ച പ്രസംഗത്തിന് പോകലേയില്ല. കനക കിരീടം തന്നാലും ശരി. ബഹുമാനനായ എന്റെ സുഹൃത്ത് സഫീർ ഖാൻ മന്നാനി എന്നോട് പറയുമ്പോൾ ഞാൻ ഒരക്ഷരം പോലും മറുത്തു പറഞ്ഞിട്ടില്ല. വ്യാഴാഴ്ചയാണെങ്കിലും ഞാൻ വരാമെന്ന് പറയാം, അല്ലെ? ഒരക്ഷരം പോലും മറുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതൊരു താല്പര്യമാണ്. ഞാൻ ഏറ്റവും താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനവുമാണ്. അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്ഥാപനത്തെ അള്ളാഹു ലോകാവസാനം വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ അവരുടെ വരുമാന സ്ഥാപനത്തെ അള്ളാഹു എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾ അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ലാഭം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരുഭൂമിയിൽ അവർക്ക് എത്ര ലാഭമുണ്ടാകുന്നു അതനുസരിച്ച് ഇവിടെ ഖുർആനിൽ ലാഭമുണ്ടാകും. അതുകൊണ്ട് അവരുടെ തിജാറത്തെല്ലാം തബൂറ, ഏറ്റവും വലിയ ലാഭ കച്ചവടം അവരുടേതാണ്. അള്ളാഹു അങ്ങനെ ആക്കി നൽകുമാറാകട്ടെ എന്ന ദുആയോടെ ഞാൻ ഈ ആദ്യ പ്രഥമ സനദ് ദാന സമ്മേളനമാണ്. ലോകപ്രശസ്തനായ സഞ്ചാരി കമാൽ പാഷ അദ്ദേഹം തന്റെ സഞ്ചാര മധ്യേ അമേരിക്കയിലെ ഒരു പള്ളിയിലെത്തി. സുബഹി നമസ്കരിക്കാൻ വേണ്ടി അമേരിക്കയിലെ ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ എതിരാളി എന്ന് ലോകം പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിന്റെ ശബ്ദത്തെ നിലനിൽക്കാൻ അനുവദിക്കാതെ കുതന്ത്രങ്ങളുടെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന, ലോകത്തിന്റെ ഇസ്ലാമിന്റെ ആരാച്ചർപ്പണി ചെയ്യുന്ന അമേരിക്കയിലെ ജുമാ മസ്ജിദിൽ സുബഹി നമസ്കരിക്കാൻ പോയ ഡോക്ടർ കമാൽ പാഷ ആദ്യത്തെ സഫിൽ കയറിയിരുന്നപ്പോ അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ മുഅദ്ദിൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. എങ്കിൽ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങിയിരിക്കുക. ഡോക്ടർ കമാൽ പാഷ എന്ന ലോക പ്രശസ്തനായ സഞ്ചാരി അദ്ദേഹം പറയുന്ന, ഒരു ഹാഫിളാവാൻ കഴിയാത്തതിൽ ഞാൻ വല്ലാതെ സങ്കോചിച്ചു പോയ സമയം ഞാൻ മൂന്നാമത്തെ സഫിലോട്ട് ഇറങ്ങി നിന്നു. കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, ഈ പള്ളിയിലെ ആദ്യത്തെ 2 സഫുകളിൽ മുഴുവനും ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളീങ്ങളായിരിക്കുക. അമേരിക്കയിലെ ജുമാ മസ്ജിദിലെ ആദ്യത്തെ 2 സഫുകളിൽ ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളീങ്ങളാണ് നമസ്കരിക്കാൻ നിൽക്കുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ആ യാത്രാമധ്യേ ഞാൻ ദക്ഷിണാഫ്രിക്കയിലെ ഒരു ചെറിയ കുഗ്രാമത്തിലെത്തി. കറുത്ത വർഗ്ഗക്കാർ ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞു പോയതിന്റെ പേരിൽ കറുത്ത വർഗ്ഗക്കാരായി, കറുത്ത ചുരുണ്ട മുടിയുണ്ടാകുന്ന, യാതൊരുവിധ വിദ്യാഭ്യാസം തൊട്ടു തീണ്ടാത്ത ദക്ഷിണാഫ്രിക്കയിലെ പട്ടിണി കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ നടന്നുപോയ അദ്ദേഹം യാത്രാമധ്യേ അവിടെ നിന്നൊരു കൊച്ചുകുട്ടിയോട് വഴി ചോദിച്ചു. ആ കുട്ടി മറുപടി പറഞ്ഞത് ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ടായിരുന്നു. രണ്ടാമത് നടന്നു പോകുന്നവരിൽ ഒരു സ്ത്രീയെ കണ്ടു വഴി ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞത് വേറെ ഖുർആൻ ആയത്ത് കൊണ്ടായിരുന്നു. കമാൽ പാഷ എഴുതുന്നുണ്ട്, ആ ഗ്രാമത്തിൽ ഞാൻ സംസാരിച്ച മുഴുവൻ ആളുകളും എന്നോട് മറുപടി പറഞ്ഞ ഖുർആന്റെ ആയത്ത് കൊണ്ടായി.
അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ കറുത്ത വർഗക്കാരായ മുഴുവൻ ആണും പെണ്ണും ചെറുതും വലുതും അടക്കം മുഴുവൻ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പച്ച പരിഷ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയപ്പെടുന്ന ഒരു നാഗരിക ജനതയുടെ കഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസവും വിവരവും തൊട്ടുതിണ്ടിയിട്ടില്ലാത്ത ഒരു കുഗ്രാമത്തിന്റെ കഥ. ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ മഹല്ലില് കിഴക്കേക്കുഴി മഹല്ല് ജുമാ മസ്ജിദിന്റെ ആദ്യത്തെ 2 സഫിൽ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ഹാഫിളീങ്ങളെ ഇരുത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു നാക്കി തരട്ടെ. നമ്മുടെ ഒരു സ്വപ്നമാണ്. മാർട്ടിൻ ലൂതർ കിങ് പണ്ട് പ്രസംഗിച്ചത് മാതിരി ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതിന്റെ നടത്തിപ്പുകാരായ ബഹുമാനരായ ഫിറോസ് ഖാൻ സാഹിബിനോടും കുടുംബത്തോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. യു ഹാവ് എ ഡ്രീം, ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഈ പള്ളിയുടെ ആദ്യത്തെ 2 സഫ് മുഴുവനും ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളീങ്ങളെ ഇരുത്താൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും അപൂർവമായ ഒരു മഹല്ല് ജുമാ മസ്ജിദാക്കാൻ ഈ സ്ഥാപനം കൊണ്ട് കഴിയണം എന്ന ഉറപ്പോടുകൂടി മുമ്പോട്ട് പോവുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അല്ലാഹുവിന്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം ഇന്നു മുതൽ ഈ സ്ഥാപനത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായി ഗുണകാംക്ഷിയായി ഞാനും ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കും. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വാക്കുകൾക്ക് ഒടുങ്ങാത്ത, വാക്കുകൾക്ക് വഴങ്ങിത്തരാത്ത, ചരിത്രകാരനെ രേഖപ്പെടുത്താൻ കഴിയാത്ത, തൂലിക പോലും നിശബ്ദമായി പുറകോട്ട് വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ 4 അക്ഷരമാണ് ഖുർആൻ. കാപാലികതയും മൃഗീയതയും മാത്രം ജീവിതത്തിന്റെ ധർമ്മബോധങ്ങളില്ലാത്ത വിളനിലത്തിന്റെ ആസുര ഭാവങ്ങളാക്കി മാറ്റിയ, മാനുഷികത മുഴുവനും മരുഭൂമിയിൽ കുടിച്ചുമൂടിയ, കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പ്രണമിച്ചു നിന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ ചോര തുടിക്കുന്ന കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ, തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലും കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്നത് തന്റെ സ്വന്തം പിതാവാണെങ്കിൽ, അന്നൊരു ദിവസം വാളിൽ ചോരമണക്കാതെ ഉറയിലിടാനുള്ള വൈമനസ്യം കൊണ്ട് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാൾ തലപ്പ് കുത്തിക്കയറ്റി എന്ന് കഅബാലയത്തിന്റെ മത്താഫിലെ ചാരിയിരുന്നു കൊണ്ട് വീരവാദം പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പഠിച്ച മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മഹനീയമായ ഭാവങ്ങൾ മുഴുവനും വച്ചിപ്പോയ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ആകുലനായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു 40 വയസ്സുകാരന്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആദ്യമായി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പ്രപഞ്ച സിട്ടാവിന്റെ വഹിയുമായി കടന്നു വന്ന റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി കടന്നു വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന വായനയുടെ പുനർവായനയുടെ സത്യസാക്ഷ്യവുമായി ആ നൂറ്റാണ്ടിലേക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിറാ ഗുഹയുടെ വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയിൽ തനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഖ്റ എന്ന ആദ്യത്തെ പ്രഥമ പഞ്ചസൂക്തങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലോട്ട് കടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൊടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെ കുറിച്ചായിരുന്നില്ല, ഭീതിപ്പെടുത്തുന്ന നരകത്തെ കുറിച്ചായിരുന്നില്ല, നാളെ പാരവശ്യതയോടെ പരീക്ഷണങ്ങൾ പരിഭ്രാന്തരായി നീന്തിപ്പോകുന്ന മഹിഷറയെ കുറിച്ചായിരുന്നില്ല, ഏറ്റവും വലിയ നീതി തുലാസിനെ കുറിച്ചായിരുന്നില്ല. തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായി മദ്യം പാപമാണെന്നല്ല പറഞ്ഞത്,
പലിശ വർജിക്കണമെന്നല്ല പറഞ്ഞത്, ഈ പെണ്ണിനെ ജീവനോട് കുടിച്ചു മൂടണമെന്നല്ല പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യത്വം പറ്റിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്ലീലമേതാണ് അശ്ലീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത്, ഈ പറയുന്ന എല്ലാ സാമൂഹിക തിന്മകൾക്കും ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങളറിയണം, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോകുന്ന, ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഈ സൂര്യനെ സൃഷ്ടിച്ച, ഈ താരാപഥങ്ങളെ, ഈ നെബൂലകളെ, ഈ ഗാലക്സികളെ, ഈ ഉൽക്കകളെ, ഈ തരംതല്ലി നടക്കുന്ന തിരമാലകളെ, ആ തിരമാലകളുടെ ഉള്ളിലൂടെ തടിച്ചു നീന്തി പോകുന്ന മരൽ മത്സ്യങ്ങളെ, എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ, ഈ വൃക്ഷതരുലതാദികളെ മുഴുവനും പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു പടച്ചതമ്പുരാനുണ്ടെന്ന്, എല്ലാം ഒരു ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഈ പർവ്വതങ്ങളും ഈ ഗിരിശൃംഗങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും അഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും, ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള എല്ലാ സർവ്വതരാതരങ്ങളും, ആ തരാതരങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല. ഓമാ ഖലഖന السماء والأرض وما بينهما لاعبين. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പുത്രാവാക്യം പടക്കി കൊടുത്തുകൊണ്ട് നിങ്ങൾ അറിയണേ, എല്ലാവരും അറിയേണ്ട സത്യമേതാണ്, വമാ ഖലഖന السماء والأرض وما بينهما لاعبين. ഈ ആകാശവും ഈ ഭൂമിയും, ഈ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വധരാധരങ്ങളും അതിനെയൊന്നല്ല ഇനി ഒരു കളിതമാശയായി സൃഷ്ടിക്കപ്പെട്ടതല്ല, അവരൊറ്റ ദിവസം കൊണ്ട് മുളച്ചു പൊന്തിയതല്ല. ഈ സൂര്യനൊരു മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലുണ്ടായതല്ല. ഈ സൂര്യൻ ആരും അറിയാതെ കിടക്കുതിച്ചതല്ല. ഈ ചന്ദ്രൻ രാത്രി പോയപ്പോ ആരും അറിയാതെ വന്നതല്ല. ഇതിന്റെ എല്ലാ പുറകിലൊരു സിട്ടാവുണ്ട്. ആ സിട്ടാവാണ് ഒരു കളിതമാശയായി സൃഷ്ടിക്കണമെങ്കിൽ എന്തേ കഴിയാത്തതെന്നാണ്? എല്ലാം ഞാനാണ് പടച്ചത്, എല്ലാം ഞാനാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം എന്റെ കീഴിലാണ്. ഞാൻ അറിയാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചത് ഞാനാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായതും നെഞ്ചിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചതും കണ്ണിനുള്ളിൽ ആരും അറിയാതെ വന്നു പോയതും എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ഇതെല്ലാം എന്റേതാണ്. ഞാൻ അറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല. അവനാണ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്. അവൻ ജാതനല്ല, അവൻ ഭൂജാതനല്ല, അവൻ സമാനനല്ല, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയനല്ല. അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചവര്, നാസ എന്ന ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വയിലെ വെള്ളം കണ്ടുപിടിച്ചവനെ, സൂര്യനായി നിശ്ചയിച്ചവനെ, 500 കോടി വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ല. ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. അത് രാവിലെ അരുണോദയത്തിന്റെ പുണ്യപ്രഭാതമായി നാളെ ഉദിക്കുന്നുണ്ട്. ആർക്കും അതിന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത്? അബൂബക്കറിനോട്, ഉത്തമത്തിനോട്, സൈമത്തിനോട് ഭ്രമണപഥത്തെ കുറിച്ച്. ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന് ഒട്ടകമല്ലാതെ മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത അബൂജഹലിനോട് ബിഫോർ 1500 years ago 1500 വർഷം മുമ്പ് അബൂജഹലിനോട് ഖുർആൻ പറയുകയാണ് സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന്. പറയാൻ കഴിഞ്ഞ ഖുർആൻ അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണുള്ളത്?
ഏറ്റവും വലിയ അത്ഭുതം, അബൂജഹലിനോട് ഖുർആൻ പറയുന്നത് ലാത്തയെയും ഉസ്സയെയും കുറിച്ചിട്ടല്ല. 1500 വർഷങ്ങൾക്കപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കെട്ടിരിക്കണം. ആദ്യം ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, പക്ഷെ ഖുർആനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ്. കാരണം നമ്മൾ ഈ കയറി ഉണ്ടംപൊരി തിന്നുന്ന ലാഘവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ 6666 ആയത്തുകൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹാഫിദ് അതിന് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ? ഹാഫിദ് എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോകരഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം കൊണ്ട് ഹാഫിദായത്? 2.5 വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മോനെ വർക്കലയിൽ സാമാന്യ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുകുട്ടിയുടെ മന്ദബുദ്ധിയാണ് ആ കുട്ടി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് 10,000ങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത, അമ്മയെ ഉപ്പ എന്ന് വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ, ബുദ്ധിമാന്യം സംഭവിച്ച 7 വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ഖുർആൻ അതിന്റെ ഉള്ളിൽ ഭംഗിയായി സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഭഗവത്ഗീത മുഴുവനെ കാണാതെ പഠിച്ചൊരു ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല. ബൈബിൾ മുഴുവനെ കാണാതെ പഠിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല. പോപ്പിന് പോലും, വത്തിക്കാനിലെ പോപ്പിന് പോലും ബൈബിളിന്റെ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായിട്ട് അറിയില്ല. ഇവിടുത്തെ 12 വയസ്സുകാരന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. ഖുർആൻ ഒരു അമാനുഷികമാണ്. എന്തുകൊണ്ട്? എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ അബൂജഹലിനോടാണ് പറയുന്നത്. അബൂജഹലെ, അന്ന് ഒട്ടകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കയറിയിട്ടില്ല. ആയത്തിറങ്ങി വശംസ് തജ്രീരി മുസ്തഖലില്ല. ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട്. അബൂജഹൽ ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയ ആളാണ് അബൂജഹൽ. എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല. സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ദേടനയുടെ സീരിയൽ മാതിരി പെട്ടെന്ന് നിങ്ങളുടെ കരച്ചിൽ വരില്ല. പച്ചപ്പൊട്ടികൾ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്ന് ഈ കേട്ടത് എന്നെ കേട്ട് ഖുർആൻ ഒന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറണം. ഞാൻ അതാ പറയുക. യഥാർത്ഥത്തിൽ ഖുർആനോ യഥാർത്ഥത്തിൽ ഖുർആനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നൊരു ഗ്രന്ഥമല്ലതാണ്. ഖുർആനിലെ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അസ്ട്രോണമി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഖുർആനിലുണ്ട്. 1000-ലധികം ആളുകൾ ശറഇന്റെ ഫിഖ്ഹിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത്. എന്നാൽ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ. ഇത് എന്തിട്ട് മനുഷ്യന്മാരായത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 2 മണിക്കൂർ കൊണ്ട് ഖുർആനിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ല വാദം പറഞ്ഞ് അവസാനം 10 സലാത്ത് ഒരു ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഈ നാടിന്റെ ആഘോഷമാണ്. ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, ഇവരാണോ രക്തച്ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ 10,000-കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത്. ഈ രാത്രി വെറും രാത്രിയല്ല. LLB കോളേജിൽ ബിരുദമെടുത്തവനെ നോക്കി മലക്കുകൾ ചിരിക്കില്ല. പക്ഷേ 12 വയസ്സുകാരൻ മുതൽ 15 വയസ്സുകാരൻ നോക്കിയിട്ട് ഇന്ന് മലക്കുകൾ ചിരിക്കും. കാരണം എന്താ? വിഷയം വിട്ടുപോകണ്ട. യഥാർത്ഥത്തിൽ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത്. ശാസ്ത്രം പറയല് ഖുർആന്റെ ലക്ഷ്യമേല. നമ്മളെല്ലാരും പറഞ്ഞെന്താ? ഖുർആൻ ശാസ്ത്രമാണ്. നമുക്കെന്നാ ശാസ്ത്രം വിട്ട് അറിയത്തില്ലതാനും. എന്നാൽ ഖുർആന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയലല്ല. എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർആനിൽ ഒരു ശൈലി കാണാം. ഇടയ്ക്ക് കയറിയിട്ട് മാറ്റും. ഇത് ഖുർആന്റെ ലക്ഷ്യമല്ല, എന്റെ ലക്ഷ്യം ഇതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരായത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും. ഓർക്കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഈ സൂര്യനതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പകുതി ആയത്തിന് നിർത്തിക്കളഞ്ഞ് ഇനിയില്ല. ഒരു ശാസ്ത്രം പറയാൻ പകുതി ആയത്ത് എന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് നീ ചിന്തിക്കണ്ട, അത് ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന്. ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ്. ശാസ്ത്രം പറയൽ ഖുർആന്റെ ലക്ഷ്യമല്ല, അള്ളാഹനെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം. പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അതോടെ നിർത്തി. ഇനിയില്ല
ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒന്ന് ഖുർആൻ ഒരു നോക്ക്, എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ഇത് സർവ്വ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്. ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഈ ഭൂമി, ഈ പരന്നു കിടക്കുന്ന ഭൂമി, ഈ ഗോളാകൃതിയുള്ള ഭൂമി, അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല. ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല. ഇത് ജൈനന്, പാഴ്സിക്ക്, ക്രൈസ്തവന്, ബൗദ്ധന്, മതമുള്ളവനില്ലാത്തവന്, നിരർത്ഥകവാദിക്ക്, പദാർത്ഥവാദിക്ക്, ഏറ്റവും വലിയ ഭൗതികവാദിക്ക്, എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാൻ അനുമാനമുള്ളതാണ്. ഒരാൾക്കും വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള പറയുകയാണ്, പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. ഈ സുന്ദരമായ നെൽക്കതിരുകൾ, ഈ സുന്ദരമായ ഭവിടങ്ങൾ, ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ, ഈ കാണുന്ന പടവർഗങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, ഈ സുന്ദരമായ ധാന്യമണികൾ അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ്. അതിന് നിങ്ങളുടെ മനം മയക്കരുത്. ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ. പടച്ചറപ്പിന്റെ ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത്? എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ്. ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല, അള്ളാഹ് പറയലാണ് ലക്ഷ്യം. എത്ര ആളുകൾ ഓടുന്ന സൂറത്താണിത്. രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട്. രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം. ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം. രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത്, ആ സംഗമിക്കുന്ന സ്ഥാനത്ത് അള്ള പറയുകയാണ്, ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തമോതുന്ന ഖുർആൻ മാത്രമല്ല, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഇതാണ്. രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ. രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക. അവിടെയാണ് കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ആരാ ഓതി പറയുന്നത്? അത്ഭുതം ഇവിടെയല്ല, ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം. സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കളുണ്ടെന്ന് ഓതി പറയുന്നതാരാ? ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ മുത്തനബി നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത്. രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത, കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത്? എന്റെ പൊന്നുമോനെ, നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടല് കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിടക്കക്കുഴി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ, എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ, താരാപഥം പറഞ്ഞ, ഗാലക്സി പറഞ്ഞ, പ്രകാശവർഷം പറഞ്ഞ, ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവണ ഒരു സാധനം ഉണ്ടല്ലോ. ഈ കുഴച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ, ബസ്മതി അരി, ബിരിയാണി അരി. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നല്ല സുഗന്ധമുള്ള സുന്ദരമായ ധാന്യപതുക്കൾ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തന്നില്ലയോ? ബസ്മതി അരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. മസാല ഇടാതെ വേവിച്ചാൽ തന്നെ സ്വതവേ മണമുള്ള നല്ല മണമുള്ള ധാന്യപദാർത്ഥങ്ങളെ നിങ്ങൾക്ക് തന്നത് ഞാനല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ. സൂറത്തുൽ റഹ്മാൻ അറിയാത്ത ആരായി കൂട്ടത്തിലുള്ളത്? നീ ഓതുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഖുർആനിൽ നിന്ന് പരിചയപ്പെടുന്നു. ബസ്മതി അരി വെറുതെ മസാല ഇടാതെ വേവിച്ചാൽ തന്നെ
ഇതിനൊരു പണമുണ്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂല്യാക്കുട്ടത്തിന് മയ്യത്തിന്റെ ചുവട്ടിലിരുന്ന് ഓതിയിട്ട് കൈമടക്ക് മേടിക്കാനുള്ളതാണ് എന്ന് ലോകത്ത് പറഞ്ഞു നടക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഖുർആൻ അതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഖുർആൻ എന്ന് മാറിപ്പോയത്. എന്തുകൊണ്ട്? ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ അത് തന്നെ പറയണോ? പഴയ കഥ പറയണോ? മോനെ 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. ഇപ്പൊ യഹിയ ഖാൻ സാഹിബ് മരിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ആയത്തിന്റെ വെളിച്ചം ആ മണ്ണിനടിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും തുടങ്ങാം. കഴിയില്ലേ? പക്ഷേ അവരാദ്യം തിരഞ്ഞെടുത്തത് ഏതാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ലോകത്ത് 2 വിദ്യാഭ്യാസ ധാരകളുണ്ട്. അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഖുർആനിൽ നിന്ന് മാറ്റി. നമ്മുടെ ആഗ്രഹം എന്താ? എന്റെ മോൻ UK പോയി പഠിക്കണം, MBBS എടുത്തിട്ട് വരണം. പിന്നെ ഞാൻ ആരായി? UK പഠിക്കാൻ എന്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂരടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിക്കോ, ഏത് ഇലക്ട്രിക് പോസ്റ്റിലും 2 പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ. ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും 2 പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല. അത് ഒന്ന് UK പഠിക്കാൻ അവസരം, അതില്ലാത്തൊരു പോസ്റ്റ് നിങ്ങൾ കാണിച്ച UK സർവ്വട പോസ്റ്റ്. കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ UK അവൻ UKG തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവൻ UK പോകണം. 2 പരസ്യം, ഒന്ന് UK പഠിക്കാൻ അവസരം. പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് 2 വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട്. ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം, മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മാതാപിതാക്കൾ, നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകുന്നു? നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ്. യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം, യൂറോപ്പ് അള്ളാനെ മറപ്പിച്ചു കളയും. യൂറോപ്പ് അള്ളാനെ, അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല. ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, രാമു കരിയാട്ട്. നടന്നൂടെ? രാമു കരിയാട്ട് നടന്നൂടെ? അവിടെ ചായക്കടത്തിന് രാമു ഇല്ല. രാമു കരിയാട്ട് ചെമ്മീന്റെ സംവിധായകനാണ്. ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനാണ്. ഞാൻ സിനിമയിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വായനയുടെ ലോകം വിശാലമാണ്. ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ്. രാമു കരിയാട്ട് ചെമ്മീന്റെ സംവിധായകനാണ്. അതിനേക്കാൾ വലുത് ഈ കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. അദ്ദേഹം ലണ്ടനിൽ സായിപ്പിന്റെ അതിഥിയായിട്ട് പോയി. യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി, രക്ഷകർത്താക്കളും. ലണ്ടനിൽ പോയി സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സായിപ്പും കൂടി തീ കത്തിച്ചു, കുളിര് മാറാൻ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ മദാമ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു, തണുപ്പ് പറഞ്ഞു. അപ്പൊ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല, അടുത്തൊരു അയൽവക്കക്കാരനോട് പറ്റുമെന്ന് നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്. ഇതാണ് യൂറോപ്പ്. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിലി വന്നത്. മെസ്സി അറിഞ്ഞൂടെ? മെസ്സി അർജന്റീനയോ ബ്രസീലാ? മെസ്സി, ലയണൽ മെസ്സി അർജന്റീനയോ ബ്രസീലാ? നിങ്ങളെല്ലാം മുത്തക്കികളാണല്ലോ പടച്ചവൻ വരാന്. ഒരാൾക്ക് മെസ്സി അർജന്റീന എന്നാൽ ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആ വിഷയം വിട്ടു. മെസ്സി അർജന്റീനയോ ബ്രസീലോ? എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. മെസ്സി ആരാ? പച്ച വ്യഭിചാരി. എന്നോട് ഒരു വിഷവും നിങ്ങൾക്ക് തോന്നരുത്. ലയണൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന തോറ്റെന്ന് അന്തം വിട്ട തോക്കൽ തോറ്റു, എതിരില്ലാത്ത 4 ഗോളിനും. തോറ്റ പരാജയ ഭീതി മാറ്റാൻ
പിറ്റേ ദിവസം രാവിലെ എയർപോർട്ടിൽ വെച്ച് പിറ്റേ ദിവസത്തെ വീക്ക് മാഗസിന്റെ ഒരു ഫോട്ടോ വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലെ അർജന്റീന 4 ഗോളിന് തോറ്റു കഴിഞ്ഞപ്പോ ആ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ അലക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹവായ് ദ്വീപിലേക്ക് വ്യഭിചാരത്തിന് പോയ ആളാണ് ലയണൽ മെസ്സി. ആ വ്യഭിചാരത്തിന് പോകുന്ന സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് സാധാരണ വ്യഭിചരിക്കുന്നത് ആരും അറിയാതെയാ. വ്യഭിചരിക്കാൻ പോകുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോ പത്രക്കാരുടെ മുമ്പിൽ കാമുകിയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ്. അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും, ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല. ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ? യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12 വാല്യങ്ങൾ ബ്രിട്ടീഷ് ലൈബ്രറി ഇരിക്കുന്നുണ്ട്. അത് വായിച്ചാൽ യൂറോപ്പിലെ വ്യഭിചാരി നന്നാവുകയില്ല, യൂറോപ്പിലെ പലിശക്കാരൻ നന്നാവുകയില്ല. പക്ഷേ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി ചെന്നിട്ട് അവനെ ലോകത്തിന്റെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റാൻ ലോകത്തിന് കഴിഞ്ഞ ഒരു മാനവിക ദർശനത്തിന്റെ മഹാത്ഭുതമുണ്ടെങ്കിൽ മഹാത്ഭുതം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, ये कहती कि करे करे आकर हलीमा मेरा घर में खैरुल वरा गया है. ये कहती कि करे करे आकर हलीमा मेरा घर में खैरुल वरा गया है. മദീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മുലയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സഅദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ തളിരിളം കാലുകളാണോ ചവിട്ടപ്പെട്ടത്, ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് പറ്റിപ്പോയ ആടിന്റെ അകട്ടില് പോലും പാല് നിറകടിച്ചത്, സാന്നിധ്യം കൊണ്ട് ബറക്കത്തിന്റെ നാമമേ, ആനന്ദത്തിന്റെ ദുർഗമേ, ആദർശത്തിന്റെ മുത്തേ, കരളിന്റെ രാജാവേ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സദസ്സ് തീരുന്നത് വരെ സലാത്തിന് കുറവുണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ്. മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി. ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാല എന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങനെയാ കൊല്ലുക? മുഹമ്മദ് മക്കയിലെ രാജാവാണ്. 10,000-കണക്കിന് അനുയായികൾ ഓടിപ്പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മത്താഫിലെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഫുലാല ഊരിപ്പിടിച്ച മൂർച്ചയുള്ള വായുമായി കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ. കഅബാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു കഅബാലയത്തിന്റെ മത്താഫിൽ വന്ന് 1ാമത്തെ തവാഫ് ചെയ്യുകയാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കഅബാലയത്തെ തവാഫ് ചെയ്ത് ഫുലാലെ നബി തങ്ങളെ കാണുന്നില്ല.
തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സഹാബത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല. ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുലാലയുടെ തൊട്ടു മുമ്പിലെത്തുമ്പോ ആരും അറിയാതെ മാർജാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുലാല തന്റെ വാളിൽ വലിച്ചൂരി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം. ഹബീബായ നബി നാടെ മുഖത്തോട്ട് നോക്കുമ്പോ ഫുലാല കിടുങ്ങി മറച്ചുപോയി. കൈ പൊന്തുന്നില്ല, കൈ തളരുകയാണ്, വാളനങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ ശബീഹുക ബദറൈനി ബലന്തനവറോ വവജൂക മിമ്മായ വവജൂക മിൻ നൂർ മലാഹതി അസറോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവളപ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിച്ചു പോയി. ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ. തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുലാല രണ്ടാമത് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ വെളിവ് കാണുമ്പോ ഫുലാല ഞെട്ടിത്തെരിക്കുന്നു. വാളിരിക്കുന്ന കൈവിറക്കുകയാണ്. മൂന്നാമത്തെ തവാഫ് തീർന്നു, നാലാമത്തെ തവാഫ് തീർന്നു, 5, 6, 7ാമത്തെ തവാഫാണ്. ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. 7ാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ്. തവാഫ് പൂർത്തിയായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ. ഖുർആൻ ഓതേണ്ട താമസം ഖുർആൻ മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഖുർആൻ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതൽ കേട്ടപ്പോ ഖുർആൻ പേടിച്ചു മറച്ചുപോയി. ഖുർആനിന്റെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വീണു. ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ പിറക്കുകയാണ് ഖുർആൻ. ഖുർആനക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികളെ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്. രാഷ്ട്രപിതാവിനെ വധിക്കാൻ വന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെച്ചപ്പോ ഖുർആൻ കിടന്ന് വിറക്കാൻ തുടങ്ങി. ഖുർആനയുടെ നാവ് പറ്റിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആന അറഫ്തുക, നിന്നെ ഞാൻ കണ്ടിരുന്നു ഖുർആന. ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഖുർആന ഞാൻ കണ്ടു ഖുർആന. നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഖുർആന. പക്ഷേ ഖുർആന ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഖുർആന. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാധ്യതയുടെ സഹാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖുർആന. ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഖുർആന. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഖുർആൻ എന്ന അക്രമി ഫവഖഅതു ബൈന യദൈ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഖുർആനെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഖുർആനാ, നീ എത്ര തെമ്മാടിയാണ് ഖുർആനാ. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാനം ഖുർആൻ വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഖുർആൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഖുർആനെ കാത്ത് നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി ആ നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഖുർആനാ, വരിക ഖുർആനാ, നിനക്ക് വേണ്ടി എന്റെ കിടപ്പറ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഖുർആൻ എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ആ ഖുർആൻ എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടൊരു മണിക്കൂർ
പോലുമായിട്ടില്ല. ആവേശ പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസ്ലംതു ബൈന യദയിൽ മുസ്തഫ, ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുദാല, ആ ഫുദാല പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസ്ലംതു ബൈന യദയിൽ മുസ്തഫ, ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി 1 മണിക്കൂർ പോലും ആയിട്ടില്ല. മുസ്ലിമായിട്ട് ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല, നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല, ഫുദാലെ നിനക്കിനി കിട്ടില്ല, ഫുദാലെ ഇനി വ്യഭിചരിക്കില്ല, ഫുദാലെ ഇനി വ്യഭിചരിക്കില്ല. അസ്ലമ ഫുദാല. യൂറോപ്പിലെ പച്ചവ്യഭിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കഴിയില്ല, ഷേക്സ്പിയറിന്റെ നാടകത്തിന് കഴിയില്ല, യുദ്ധയുടെ റൊമാന്റിക് ഭാവനയ്ക്ക് കഴിയില്ല, എലൻഗസറിന്റെ നോവലിന് കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന് അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ ഞാൻ മനഃപാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറഞ്ഞു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആനിന്റെ കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളം എന്നറിയോ? തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലുണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും യതീമീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാളാത്തന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാടിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ? ആയത്ത് കേറി അത്ഭുതമായി. പിന്നെ ലോകത്തിൽ അത്ഭുതം സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരിവർത്തിത സമൂഹത്തിന്റെ, ഒരു പരിവർത്തനത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രേരക ചാലക ശക്തിയായി വർത്തിക്കാൻ ഖുർആൻ എന്ന് നാം പഠിപ്പിക്കുന്ന നമ്മുടെ ഈ ഖുർആന് കഴിയേണ്ടതുണ്ട്. അല്ലാഹുവിനാക്കി തരട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടികൾ പേടിച്ച് കരഞ്ഞു പോയത് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഞാൻ ഈ ആയത്ത് മുഴുവനും പറയാം. ഖുർആൻ ഇതിനെ കുറിച്ച് മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിസ്മയത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ അല്ലാഹുവിന്റെ ഖുർആനിന്. ജുബൈർ ഇബ്നു മുത്തീം ക്രൈസ്തവ പാതിരിയാണ്. ക്രൈസ്തവ പാതിരിയാണ്. അയാൾ മക്കയിലോട്ട് വന്നപ്പോ കഅബാലയത്തിന്റെ മത്താഫിൽ നിന്നിട്ട് അബൂ ജഹൽ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്തീമേ, കഅബാലയത്തിന്റെ മത്താഫിലൂടെ പോകരുത്, അവിടെ ഇരുന്ന് മുഹമ്മദ് ഖുർആൻ ഓതുന്നുണ്ട്, അത് കേട്ടാൽ പിടച്ചു പോകും. ജുബൈർ ഇബ്നു മുത്തീം പഞ്ഞിയെടുത്തിട്ട് തന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് തന്റെ വിരലുകള് ചെവിയിലോട്ട് കുത്തിക്കയറ്റി ഖുർആൻ ഓതുന്നത് കേട്ടാലേ പിടച്ചു പോവുകയുള്ളൂ. ജുബൈർ ഇബ്നു മുത്തീം എന്ന ക്രൈസ്തവ തന്റെ വിരൽ ചെവിയിൽ കുത്തിക്കയറ്റിയിട്ട് കഅബാലയത്തിന്റെ മത്താഫിലൂടെ പോകുമ്പോഴാണ് കഅബാലയത്തിന്റെ മത്താഫിൽ ഖുർആൻ ഓതുന്നത്. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തുൽ മഅമൂർ. ആ ക്രൈസ്തവ പാതിയുടെ വിരൽ താനെ അയഞ്ഞു. അയാളുടെ ഉള്ളിലോട്ട് ഖുർആൻ കയറി. ഫവഖഅതു ബൈന യദയിൽ മുസ്തഫ. അബൂ ജഹൽ നോക്കി നിൽക്കുമ്പോ ഒരൊറ്റ
ആയത്ത് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽക്കലേക്ക് വീണു ജുബൈർ ബിൻ മുത്തീം. എത്രയെത്ര മഹാത്ഭുതങ്ങൾ, എത്രയെത്ര മഹാത്ഭുതങ്ങൾ. എത്തോപ്യയിലേക്ക് ഹിജറ പോവുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബിന്റെ മുമ്പിൽ നജാഷിയുടെ മുമ്പിൽ വന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞില്ല, മുഅ്മിനീങ്ങളെ, ഈ മുഹമ്മദും കൂട്ടരും നമ്മുടെ വിഗ്രഹങ്ങളെ തള്ളി പറയുന്നവരാണ്, മതപ്രമാണങ്ങളെ തള്ളി പറയുന്നവരാണ്. ഇവരെ നിന്ന് നാട് കടത്തണമെന്ന് നജാഷിയോട് പറഞ്ഞപ്പോ നജാഷി ചോദിച്ചില്ല ജഅഫർ ബിൻ അബീ താലിബിനോട്, നിങ്ങളുടെ മുഹമ്മദ് എന്താ പറയുന്നത്? ഞങ്ങളുടെ റസൂലുള്ളാഹി ഖുർആൻ ഞങ്ങൾക്ക് ഓതി തരാറുണ്ട്. നജാഷി എന്ന ക്രൈസ്തവ പാതിരി ചോദിച്ചു, എന്നാൽ ആ ഖുർആനിൽ നിന്ന് അല്പം നിങ്ങളൊന്ന് പാരായണം ചെയ്യുമോ? നജാഷി എന്ന ക്രൈസ്തവ രാജാവിന്റെ രാജസദസ്സിൽ 10,000-കണക്കിന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുമ്പ് ജഅഫർ ബിൻ അബീ താലിബ് ഓതാൻ തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا. നജാസി എന്ന ക്രൈസ്തവ പാതിരി കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി ചാടി എഴുന്നേറ്റ്. ഇത് കേട്ട ക്രൈസ്തവ പണ്ഡിതന്മാര് പൊട്ടിക്കരഞ്ഞു പോയി. അവര് പറഞ്ഞു, അതെ അതെ, ഇത് മറിയമിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്, ഇത് ഞങ്ങളുടെ യേശു ക്രിസ്തു പറഞ്ഞു തന്നതാണ്, ഇത് ഖുർആനാണ്, ഖുർആനാണ്. ആ മുഹമ്മദ് സത്യത്തിന്റെ പ്രവാചകനാണ്. ജഅഫറേ, നിങ്ങൾക്ക് ഞാൻ അഭയം നൽകുന്നവരുണ്ട്. ക്രൈസ്തവ പുരോഹിതന്റെ ക്രൈസ്തവ രാജാവിന്റെ കരിങ്കല്ലിന്റെ ഇടഭിത്തിയിലേക്ക് തുളച്ചിറങ്ങി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പെങ്ങളെ, 7 മുതൽ 9 വരെ ലോകത്തുള്ള സർവാഭാസങ്ങളും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ 1 കോടി രൂപ കിട്ടിയാൽ അരക്കീ പോട്ട് വസ്ത്രം മാറ്റാൻ തയ്യാറെടുക്കുന്ന ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടത്തിന് മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കൂടുന്നു പൊട്ട ഇടം വരം 2, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. ഖുർആൻ നമുക്ക് അന്യമായി പോയി, ഖുർആൻ ഓതുന്ന സദസ്സ് നമുക്ക് അന്യമായി പോയി. നജാഷിയുടെ ക്രൈസ്തവ പുരോഹിതന്റെ നെഞ്ചിലിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞ നജാഷി. ഖുർആൻ കരയാനുള്ളതാണ്, കേട്ടിട്ട് കരയണം. 902